എക്സ്പോ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരുന്ന വഴിക്ക് ദേവാനന്ദന് കുറച്ച് തുണി എടുക്കാൻ വേണ്ടിയിട്ട് വെള്ളായണിയിലെ മാർക്ക് എന്ന് പറഞ്ഞ ഒരു കടയിൽ കയറിയതാ. നല്ല സൂപ്പർ കളക്ഷൻസ് ഉള്ള ഒരു കടയാണ് കേട്ടോ. ഇവന് സത്യത്തിലെ സിറ്റിയിൽ ഇത്രയും കടകളൊക്കെ ഉണ്ടായിട്ടും അവിടെ നിന്നൊന്നും ഇവൻ തുണി എടുക്കാതെ നേരെ ഇവിടെ വെള്ളായണി വരെ വന്ന് ഇവിടുന്നാണ് അവൻ തുണി എടുക്കാൻ തീരുമാനിച്ചത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ല കളക്ഷൻസും അവൻ ഇഷ്ടപ്പെട്ട അവന് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളതെന്ന് പറഞ്ഞാൽ 3 നിലയാണ്. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ശരിക്കും ജെൻസിൻ്റെയൊക്കെ തുണിത്തരങ്ങൾ ഉള്ളത്. സ്റ്റെപ്പാണ് ഉള്ളത്, ലിഫ്റ്റ് ഇല്ല. അതാണ് ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം. കണ്ടില്ലേ, നല്ല സൂപ്പർ കളക്ഷൻസ് ഇവിടുത്തെ. ഞാൻ ഇവിടുന്ന് അധികം തുണിയൊന്നും എടുത്തിട്ടില്ല, പക്ഷെ ദേവാനന്ദന് ഇവിടുത്തെ തുണി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ കണ്ടില്ലേ, അതുകൂടാതെ തൊപ്പികള്, വാച്ചൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നു കേട്ടോ. പല വെറൈറ്റി മോഡൽസ്, അതായത് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള വാച്ചുകൾ. പിള്ളേർക്ക് മാത്രമല്ല കേട്ടോ, നമുക്ക് ഇത്തിരി പ്രായമായവർക്കും പറ്റുന്ന സ്റ്റാൻഡേർഡ് മോഡലുകളും ഒക്കെ ഉണ്ട്. യവന്മാർക്ക് പറ്റിയ ഇടിവള, ചെയിന്, കഴുത്തലിടുന്ന ചെയിന്, അതേപോലെ വേറെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട്. ഫോഗിൻ്റെ സ്പ്രേ പക്ഷേ ഒരു കമ്പനിയുടെ കണ്ടുള്ളൂ കേട്ടോ. പിന്നെ പാൻറ്, ഷർട്ട്, ടീഷർട്ടുകൾ, ഇത് ഫുള്ള് ഗ്ലാസ് ഇട്ട് വെച്ചിരിക്കാറുണ്ട്. നല്ല ഭംഗിയാണ്, ഇതിനകത്ത് കയറിയ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഷൂസ് തന്നെ കണ്ടില്ലേ, പല വെറൈറ്റിയിൽ ഇഷ്ടം പോലെ ഷൂസ്. അത് എല്ലാം ഈ അടിപൊളി പിള്ളേർക്ക് പറ്റിയ ഇപ്പോഴത്തെ കാലഘട്ടത്തിന് പറ്റിയ ഷൂകളാണ് മൊത്തം വെച്ചിരിക്കുന്നത്. ബെൽറ്റ്, ഷർട്ടുകളൊക്കെ നല്ല ലാഭത്തിന് ഉണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതിൻ്റെ ഇവിടെ നല്ലൊരു സെറ്റി ഉണ്ട്. എന്തായാലും അവർ പോയി സെലക്ട് ചെയ്ത് വാങ്ങിക്കട്ടെ. ഞാനിവിടെ സെറ്റിയിലൊക്കെ ഇരുന്ന് കുറച്ച് അവന് ഒരു ടീഷർട്ട് എടുത്തു. കൊള്ളാമല്ലേ, അവന് നന്നായിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒരു 3-4 അവൻ എടുക്കണം. ഒരു ചെറിയ പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ ഈ വെക്കേഷനെ വന്ന സമയത്ത് ആശാന് ഇവിടെ ഇരിക്കുന്ന ഷർട്ടും പാൻറ്റും ഒന്നും ചേരുന്നില്ല. ഇവിടെ കണ്ടില്ലേ, ഒരു മേനിക്കും ഇരിക്കുന്നു, ഒരു ചെറുക്കനും ഒരു പയ്യനും, രണ്ടിനും പക്ഷെ മുഖമില്ല കേട്ടോ, കണ്ണും മൂക്കും ഒന്നുമില്ല. അതിൽ ഇട്ടിരിക്കുന്ന കളക്ഷൻസ് കണ്ടില്ലേ, അതും കൊള്ളാം കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഫുള്ള് ഗ്ലാസ് ഇട്ടിരിക്കുക, അതുകൊണ്ട് വെളിയിൽ എല്ലാം കാണാൻ പറ്റും. ഒരു മോസ്റ്റ് മോഡേൺ ലുക്കിലുള്ള ഒരു കടയാണ് കേട്ടോ. നമുക്ക് പിള്ളേർക്ക് മാത്രമുള്ളതല്ല കേട്ടോ, മെയിൽ എന്ന് പറഞ്ഞാൽ വലിയവർക്കും കുട്ടികൾക്കും എല്ലാം ഉള്ള ഐറ്റംസ് ഇവിടെ തന്നെ ഉണ്ട്. പാൻ്റൊക്കെ കണ്ടില്ലേ, നല്ല കളക്ഷൻസാണ്. എനിക്കതിൽ 2-3 ഇഷ്ടപ്പെട്ടു. നോക്കട്ടെ, ഇനി കുറച്ച് കഴിഞ്ഞ് പിന്നെ ഒരു ദിവസം വന്നിട്ട് എനിക്കിവിടെ 2-3 ഷർട്ടും പാൻറ്റും ഒക്കെ എടുക്കണം. അവന് ഒന്ന് പോരാ, ഒരു 2-3 എടുത്തേ പറ്റുള്ളൂ. കാരണം എന്താ പറഞ്ഞാൽ വെക്കേഷൻ തീരുന്നിടം വരെ നിൽക്കണം. അത് കഴിഞ്ഞിട്ട് അവന് സ്കൂളിൽ പോയി ഇടാനുള്ള ഡ്രസ്സുകളും സ്കൂളിൽ കൂടെ യൂസ് ചെയ്യാവുന്ന തരത്തിലുള്ള ഡ്രസ്സുകളാണ് എടുക്കുന്നത്. അതൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാലേ, എല്ലാ ഡ്രസ്സും ഒന്നും സ്കൂളിൽ ഇടാൻ പറ്റത്തില്ല. അവർക്ക് ഒരു ഡ്രസ് കോഡ് കൊടുത്തിട്ടുണ്ട്. അത് യൂണിഫോം വേറെ ഉണ്ട്. അത് കൂടാതെ ലെഷർ ടൈമിലൊക്കെ ഇടാനായിട്ടും ഡ്രസ് കോഡ് ഉണ്ട് അവർക്ക്. ഈ വലിയ പുള്ളിയും അല്ലെങ്കിൽ വലിയ ഇപ്പോൾ ഒരുപാട് പോക്കറ്റുകളും ഒക്കെയുള്ള ഷർട്ടും പാൻറ്റും ഒന്നും അവിടെ അലൗഡ് അല്ല. സാധാരണ രീതിയിലൊക്കെ ഉള്ള ഷർട്ടും പാൻറ്റും ഒക്കെയാണ്. അപ്പം ഇവനെടുക്കുന്ന സമയത്ത് സ്കൂളിൽ കൂടി ഇടാൻ പറ്റിയത് എടുത്താലേ ഈ വർഷം ഇത് തന്നെ സ്കൂളിലൂടെ കൊണ്ടുപോകാമല്ലോ. അപ്പം ചിലവ് അത്രയും കുറഞ്ഞിരിക്കും നമുക്ക്. അങ്ങനെ കൂടുതലും ജീൻസ് പാൻറ്റാ സെലക്ട് ചെയ്ത് നോക്കുന്നത്. ജീൻസൊക്കെ ഇടാം കേട്ടോ. ജീൻസ് ആയാലും സാധാ ജീൻസേ പറ്റുള്ളൂ. ഈ ഒരുപാട് പോക്കറ്റുകളൊക്കെ ഉള്ള പാൻറ്റും അല്ലെങ്കിൽ 3/4 ടൈപ്പും ഒന്നും അവിടെ പറ്റത്തില്ല. അയ്യോ, ഞങ്ങളങ്ങനെ ഇവിടെ നിന്ന സമയത്ത് കറണ്ട് അങ്ങ് പോയി. ഇപ്പം ശരിക്കും മൊബൈലിൻ്റെ വെട്ടത്തിലാണ് തുണി എടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമെന്നറിയാമോ. ഇനിയിപ്പോൾ ഈ തുണി എടുത്തിട്ട് എനിക്ക് നേരത്തെ പോയി കിടന്ന് ഉറങ്ങണം. കാരണം നാളെ വെളുപ്പിനെ ഇന്നിപ്പോൾ വൈകിട്ട് തന്നെ ഒരിടത്തൊരു വാസ്തുബലിയുണ്ട്. അത് കഴിഞ്ഞിട്ട് എനിക്ക് നേരെ നാളെ 10-ാം ഉദയമാണ്. അപ്പോൾ 10-ാം ഉദയത്തിന് നേരെ പിന്നെ ഗണപതി ഹോമമുണ്ട് കാലത്ത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഭഗവതി സേവ. അങ്ങനെ മൊത്തത്തിൽ തിരക്കാം. അതിൻ്റെ ഇടയ്ക്ക് കറണ്ടും പോയി. അപ്പം ഞാനങ്ങനെ ധൃതി പിടിപ്പിച്ചുകൊണ്ട് അവർ പെട്ടെന്ന് മൊബൈലിൻ്റെ ഉള്ള വെട്ടത്തിൽ
അവനാവശ്യമുള്ള തുണികൾ സെലക്ട് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുക. കിട്ടുന്നതാട്ടെ. ഏകദേശം ഒരു 2-3 അവന് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇവിടെ ഈ ജനറേറ്ററും ഇൻവെർട്ടറും ഒന്നും ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇൻവെർട്ടർ ഉണ്ട്, പക്ഷെ അത് അവർ പറഞ്ഞത് ഇൻവെർട്ടറിന് ഈ ബാറ്ററി പവർ സ്വല്പം കുറവാണെന്നാണ് പറഞ്ഞത്. അയ്യോ, ഇരുട്ടത്ത് നിന്ന് ഊപ്പാട് വരും. മറ്റേ ജനറേറ്റർ എന്തായാലും ഇല്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ നേരെ വാസ്തുബലി നടക്കുന്ന വീട്ടിലെത്തി. നല്ല സൂപ്പർ ഒരു വീടാണ് കേട്ടോ. ഇത് നേമം ഗണപതി അമ്പലത്തിൻ്റെ അവിടുന്ന് കുറച്ച് താഴോട്ട് വന്നിട്ട് റൈറ്റ് സൈഡിലൊരു ടർഫുണ്ട്. ആ ടർഫിന് മുമ്പായിട്ടാണ് വീട്. അപ്പോൾ ഇവിടെ വന്ന് ഇനി വാസ്തുബലി കഴിച്ചിട്ട് വേണം എനിക്ക് വീട്ടിൽ പോകാനായിട്ട്. ഞാനപ്പം നേരെ ഓടിപ്പോയി വീട്ടിൽ ചെന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് വാസ്തുബലിക്ക് തുടങ്ങുകയാണ്. ഞാൻ ഈ വീട് മൊത്തത്തിൽ ഒന്ന് കാണിച്ചു തരാം, ഒരു ഹോം ടൂർ പോലെ കാണിച്ചു തരാം. ഇതാണ് കിച്ചൺ. ഇവിടെ വെച്ചാണ് നമ്മളിന്ന് നിവേദ്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, എൻ്റെ കൂടെ ഹരിദാസൻ ചേട്ടനോടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇന്ന് പൂജയ്ക്ക് വന്നേ. അപ്പോൾ ചേട്ടൻ നാളെ ഗണപതി ഹോമത്തിനുള്ള ഒരുക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഏറ്റവും ഗ്രൗണ്ട് ഫ്ലോറാണ്. ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 ഫാമിലിക്ക് താമസിക്കാം. അതായത് താഴെ ഒരു ഫാമിലിക്കും മുകളിലൊരു ഫാമിലിക്കും താമസിക്കാൻ തക്കവണ്ണം വെളിയിൽ നിന്നാണ് മുകളിലോട്ടുള്ള ഡോറ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മുകളിലോട്ടുള്ളവർക്ക് സ്റ്റെയർകേസ് കയറണമെന്നുണ്ടെങ്കിൽ അകത്തൂടാണ് താനും, എന്നാൽ അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് വെളിയിൽ കൂടെ വന്ന് കയറാൻ പറ്റുന്ന തരത്തിലുള്ള അറേഞ്ച്മെൻ്റാണ്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാടകയ്ക്കും കൊടുക്കാം. ആ രീതിയിലുള്ള ഒരു അറേഞ്ച്മെൻ്റാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് മുകളിലോട്ടും സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അത് ടെറസിലോട്ടുള്ള ഒരു സ്റ്റെപ്പാണ്. ഇത് ഒരു ബെഡ്റൂം, മുകളിലത്തെ ബെഡ്റൂമാണ്. കൊള്ളാം കേട്ടോ. ബാത്റൂമിന് ഒരു പ്രത്യേക ഒരു കോളം പോലൊക്കെ കൊടുത്തിട്ടേ, ഒരു ഡ്രസ്സിംഗ് റൂം പോലൊക്കെ കൊടുത്തിട്ട് ഇവിടെയാണ് ബാത്റൂം. വേണമെങ്കിൽ ആ കോളം പോലെ ചെയ്തിരിക്കുന്നിടത്ത് ഒരു ഡ്രസ്സിംഗ് റൂമും അറേഞ്ച് ചെയ്യാം. എന്നെ കൂടെ ഒന്ന് കാണിച്ചേക്കാം, കണ്ണാടി കൂടെങ്കിലും. കണ്ടില്ലേ, കൊള്ളാം അല്ലേ? നല്ല നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു വീടാണ്. വാർഡ്രോബ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് മോസ്റ്റ് മോഡേൺ ഒന്നുമല്ല, എന്നാലും സാമാന്യം ഭേദപ്പെട്ട നിലയിൽ വാർഡ്രോബ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് ഇനിയും വാർഡ്രോബ്സ് നല്ല രീതിയിൽ കൊടുക്കാവുന്ന തരത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇത് ഒരു സാധാരണ വാർഡ്രോബ്സ് കണ്ടില്ലേ, മേശയൊക്കെ വെച്ചിട്ട്. ഇതെനിക്ക് തോന്നുന്നു മോഡേൺ അല്ല, കുറച്ച് പഴഞ്ചൻ സ്റ്റൈലാണ്, ഒത്തിരി മോഡേൺ അല്ല. പക്ഷെ ഇഷ്ടംപോലെ സ്പീഷ്യസാണ്, സ്ഥലം ഇഷ്ടംപോലെ സ്പേഷ്യസ് ആയിട്ട് ചെയ്തിട്ടുണ്ട് അവർ. അടിപൊളി. ഇനിയിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയാൽ മുകളിൽ തന്നെ 2 ബെഡ്റൂമാണ്. ഇതെന്താണ്? ഇത് 2ാമത്തെ ബെഡ്റൂം. ഇവിടെ പക്ഷേ ഒരു കാര്യമുണ്ട്, മറ്റേ ഒരു ഡ്രസ്സിംഗ് റൂം പോലുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടില്ല കേട്ടോ. ബാത്റൂമിനെ ഒരിടത്ത് മാത്രമേ ഉള്ളൂ അതിനുള്ള ഒരു സൗകര്യം. ഇത് ഒരു സാധാരണ ബെഡ്റൂം. അവിടെയും വാർഡ്രോബ്സ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കണ്ടില്ലേ, 3 അലമാര. മറ്റേടത്തേത് കൂട്ട് തന്നെ വാർഡ്രോബ്സ് ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ഇത് കണ്ടില്ലേ, ഇവിടെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സൗകര്യം. അത് താഴെയും കൊടുത്തിട്ടുണ്ട്, മുകളിലും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവരിത് വാടകയ്ക്കും കൂടെ കൊടുക്കാനുള്ള സെറ്റപ്പിലാണെന്ന് തോന്നുന്നു ഇത് ചെയ്തിരിക്കുന്നത്. ഇതൊരു ബാൽക്കണി. ബാൽക്കണി എന്നുള്ള വ്യൂ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ റിലാക്സ് ആയിട്ട് വന്നിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഇനി ഇവിടുന്ന് വീണ്ടും നമ്മൾ മുകളിലോട്ട് കയറിയാൽ ഇത് ടെറസിലോട്ടുള്ള വഴിയാണെന്നാണ് തോന്നുന്നത്. നോക്കട്ടെ, ഡോറ് തുറന്ന് നോക്കാം. അയ്യോ, അപ്പോൾ ഇത് നല്ല ഹൈറ്റ് ആയിരിക്കുമല്ലോ ടെറസിലെത്തുമ്പോഴത്തേനും. ജസ്റ്റ് ഇതൊന്ന് തുറന്ന് നോക്കാം. അയ്യോ, ഈ കുറ്റിയൊക്കെ ഇത്തിരി ടൈറ്റാണ് കേട്ടോ. ഇവിടെ ടെറസിൽ കണ്ടില്ലേ ഒരു വാട്ടർ ടാങ്ക്. നല്ല ഫോഴ്സ് ആയിരിക്കും, കാരണം അത്രയും ടെറസിലായിട്ട് ഇവിടെ ഒരു നനകല്ലും ഒക്കെ വെച്ചിട്ടുണ്ട്. ഈ ടെറസിൽ തന്നെ വേറൊരു കമ്പി കൊണ്ടുള്ളൊരു സംഭവം ചെയ്തിട്ടാണ് ശരിക്കും ഇവർ ടാങ്ക് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തറയിലൊക്കെ മറ്റേ അടിപൊളി വ്യൂ ആണ് കേട്ടോ. നമ്മുടെ ഈ ചൂടടിക്കാതിരിക്കാനുള്ള ഒരു പെയിന്റ് അടിക്കുമല്ലോ, അത് അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം വെയിലടിച്ചാലും നമുക്ക് ചൂടേക്കത്തില്ല. നല്ല വ്യൂ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അത് മുക്കുന്നുമലയാണ് കേട്ടോ. ഇപ്പോൾ ഒരു വില്ല
പ്രോജക്റ്റ് പോലെ ഒരുപാട് വില്ലകൾ ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വീടുകളെ അടുപ്പിച്ചടുപ്പിച്ച് വീടുകൾ വന്നിട്ടുണ്ട്. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റെയർ കേസിൻ്റെ അവിടെ ജനൽ വെക്കാതെ ഇങ്ങനെ എഴുതിയടിച്ചിട്ട് ഗ്ലാസ് എഴുതി പോലെ ഇങ്ങനെ കോൺക്രീറ്റ് തന്നെ കൊണ്ടുതന്നെ ഉണ്ടാക്കിയിട്ട് അതിൽ ഗ്ലാസ് ചെയ്തിരിക്കുക വെട്ടം അടിക്കാൻ വേണ്ടിയിട്ടേ. മറ്റേത് ഈ ജനലാണെങ്കിൽ നമുക്ക് തുറക്കാനും അടയ്ക്കാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അത് തന്നെയല്ല തുറന്നിട്ടിരുന്ന ആ പൊടി കയറും. ഇതാകുമ്പോൾ വേറെ വിഷയമൊന്നുമില്ല, നമ്മുടെ ആവശ്യം നടക്കുകയും ചെയ്യും. വെട്ടം കയറുക എന്നുള്ളതാണല്ലോ ഇവിടുത്തെ മെയിൻ ആവശ്യം. ഇനി നമുക്ക് നേരെ താപ്പോട്ട് പോവാം. അയ്യോ, ഇപ്പം തന്നെ ഏകദേശം താമസിച്ചു കേട്ടോ. ഇനി പൂജയ്ക്കുള്ള സാഹചര്യം അല്ലെങ്കിൽ പൂജയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഇനിയിപ്പോൾ ഉടനെ റെഡിയാക്കിയേ പറ്റുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേനും ഒരുപാട് താമസിക്കും. ഇവിടെ കണ്ടില്ലേ ഒരു വാഷ് ബേസിന്. ഞാൻ വന്നപ്പോഴത്തേനും വേണ്ട ചേട്ടന് പത്മം ഇടാനുള്ള സാരികളെല്ലാം ഒരുക്കി വെച്ചു. ഞങ്ങളങ്ങനെ രണ്ടുപേരും കൂടെ ചേർന്ന് വാസ്തുബലിക്കുള്ള പത്മമൊക്കെ ഇട്ടു. ഇനിയിപ്പം നേരെ വാസ്തുബലിക്കിരിക്കുക. ഞാനങ്ങനെ തട്ടൊക്കെ എടുത്ത് എല്ലാം സെറ്റായി റെഡി ആയിട്ടുണ്ട്. വാസ്തുബലിക്കുള്ള എല്ലാ സാധനങ്ങളും ഒരുക്കി വെച്ചു. 3 വിളക്കുമൊക്കെ വെച്ചു, പത്മമൊക്കെ ഇട്ടു, പൂജാപാത്രം എല്ലാം സെറ്റ് ചെയ്തു, പലകയൊക്കെ ഇട്ട് വെച്ചു, എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പൂജ തുടങ്ങി. വാസ്തുബലിയുടെ പൂജയാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ സത്യത്തിൽ ഈ വീട്ടിൽ വന്ന സമയത്ത് ഈ പൂജയുടെ ഷൂട്ടിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. കാരണം പൂജ ഷൂട്ട് ചെയ്യാൻ ഒന്നുമില്ല സ്റ്റാൻഡ് വെച്ചെടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ആരെങ്കിലും എടുത്തു തരണം. അപ്പം ഇവിടുത്തെ ആ പയ്യൻ തന്നെ എന്നോട് പറഞ്ഞു അവർക്കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം, അതുകൊണ്ട് പൂജയുടെയൊക്കെ ഞാൻ നിന്നൊന്ന് എടുത്തോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ എടുത്തു വരികയാണെങ്കിൽ യൂട്യൂബിൽ ഇടാൻ പറ്റും, അത് വലിയ ഉപകാരമാകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് കറക്റ്റാ അവനെനിക്ക് പൂജയുടെ വീഡിയോ എല്ലാം ഞാൻ പോലും അറിയാതെ നിന്ന് കറക്റ്റാണ് എടുത്തു തന്നു. അത് വലിയൊരു ഉപകാരമായി ഇല്ലേ. ചേട്ടൻ സത്യം പറഞ്ഞാൽ കുഴപ്പി കേട്ടോ. ഹരിദാസൻ ചേട്ടൻ എൻ്റെ അടുത്ത് വന്നങ്ങ് ഇരുന്നു. പുള്ളിക്കാരന് വയ്യ, കുറെ നേരമായല്ലോ ജോലി തുടങ്ങിയിട്ട്. ഞാൻ വരുന്നതിന് മുമ്പേ ചേട്ടൻ വന്നായിരുന്നു കേട്ടോ. ചേട്ടൻ വന്ന് എല്ലാം സെറ്റ് ചെയ്ത് എല്ലാം അറേഞ്ച്മെന്റ് എല്ലാം ചെയ്തു വെച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർക്കുന്നു. എല്ലാവർക്കും ബായ്.